ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ടാരറ്റ് എന്നുള്ള ഹൊറർ മൂവി കാണാൻ വേണ്ടി PVR ഫോറമുള്ള ഇന്ന് അനുഭവം കൂടി ഉണ്ട്. ഹൊറർ പടമാണ്. ഫുൾ സ്ക്രീൻ മണി തന്നെയാണ്. സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 7:50 ഷോ. ഒരാളിവിടെ മാഗിനൊക്കെ കഴിക്കുന്നത്. മാഗിനത്തിന് 99 റുപ്പീസ് ഉള്ളു കേട്ടോ. സെയിം പ്രൈസ് തന്നെ. ഇവിടെ സൈക്കിൾ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്കോൺ കിട്ടും. നീ പെഡൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് മടിയാവുന്നു. നമ്മുടെ മച്ചാനുണ്ടോ, സബ്സ്ക്രൈബറാണ്. ചവിട്ടി പെഡൽ ചെയ്ത് പോപ്കോൺ നേടാനുള്ള പരിശ്രമത്തിലാണ്. 3 മിനിറ്റ്സ് പെഡൽ ചെയ്യുന്ന 3 മിനിറ്റ്സ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇതാണ് സ്ക്രീൻ 2. സോറി, സ്ക്രീൻ 1. J56. ടാരോട്ട് എന്നല്ല കേട്ടോ, സിനിമയിൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറയുന്നുണ്ട്. ടാറോ എന്നാണ് പറയുന്നത് എന്നുള്ളത്. എനിക്ക് ഒരു നല്ല ത്രില്ലർ മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഹൊറർ എലമെൻസ് ഉള്ള ഒരു ത്രില്ലർ മൂവി. പ്രേതങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷേ ജംപ് സ്കെയർ മൊമെന്റ്സ് 1-2 ഉണ്ടായുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് ഞെട്ടുന്ന അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഒന്നും ഉള്ളൊരു മൂവി ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ തർലി എൻജോയബിൾ ആയിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. ഇതുവരെ കാണാത്ത തരത്തിൽ ഫ്രഷ് ആയിട്ടുള്ള പ്രേതങ്ങളുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ കണ്ടുമടുത്ത ഒരു തരത്തിലുള്ള പ്രേതങ്ങളല്ല. ഇതിനകത്തുള്ള പ്രേതങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്, യുണീക്ക് ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. ഇതൊരു ടാറോ കാർഡ്സ് അല്ലെങ്കിൽ ടാറോ കാർഡ് റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെന്താണെന്നുള്ളത് പുതിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. ഇത് ഹൊറോസ്കോപ്പ്, ടാറോ, അങ്ങനെ കുറേ സാധനങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. കുറേ സ്ഥലങ്ങളിൽ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഒരു വൈബ് ഉണ്ട്. കാരണം ഇത് ഒരു നേരത്തെ ഫോർസീൻ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് സാധനം ഓരോ ആൾക്കാരിലെ വിക്ടിംസിലേക്ക് സംഭവിക്കുന്ന രീതിയിലാണ്. അവരുടെ ഡെത്ത് അതുപോലെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. ഇപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഇയാൾ ഇങ്ങനെ മരിക്കുന്ന ആദ്യം ഒരാൾ ഫോർസി ചെയ്യും, അതുപോലെ ആൾ മരിക്കും. ഇതിനകത്ത് ഒരാൾ ടാറോ കാർഡ് റീഡ് ചെയ്യും, ആ കാർഡ് റീഡിങ്സിലെ സംഭവങ്ങൾ പോലെ ആൾ മരിക്കും. അപ്പോൾ ഓരോ കാർഡ്സിലുള്ള ഓരോ പ്രേതങ്ങളും ഓരോ ഡെവിൾസും ഡിഫറെൻ്റ് ആണ്. അവർക്ക് യുണീക്ക് ഐഡന്റിറ്റി ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി പടം വർക്കായി. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറെ ഒന്നും വെച്ചിട്ടില്ല. ഒരു ഹൊറർ സിനിമ ഇസ് ഓൾവേസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ. നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്നതല്ല, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിനൊരു വൈബ് വേറെ ആയിരിക്കും. താങ്ക്സ് ടു PVR ഫോറമോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് 200 ആയിരുന്നു. പൊതുവേ ഇതിന് മുന്നേക്ക് ഇറങ്ങിയ പ്രൈസ് 129 രൂപയ്ക്കായിരുന്നു. ഇത് 200 രൂപ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അവർ ഇനീഷ്യൽ ഓഫർ മാറ്റിയതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ടാക്സ് കൂടുതലായിരുന്നോ, എന്താ റീസൺ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വർത്ത് പ്രൈസ്. അത് എനിക്ക് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതിന് മുന്നേ 129 രൂപക്ക് കണ്ടേക്കണമുണ്ട് 200 രൂപ കൊടുത്തപ്പോഴേക്കും അയ്യോ അതെന്താ 200 രൂപ വന്നെന്നുള്ളൊരു ഫീലിംഗേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊജക്ഷൻ ക്വാളിറ്റി കിടിലൻ. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈറ്റ്, ഈ സ്ക്രീൻ 1 സ്ക്രീൻ വളരെ ഉയർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് ഒരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ഐ ലെവലായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ തിയേറ്റർ എന്താ പറയുക, ചെറുതായിട്ട് കൂടിയും സ്ക്രീൻ ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു ഫീലിംഗൊന്നും എനിക്ക് കിട്ടിയില്ല. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. സൗണ്ട് വൈസ് ഡോൾബി 7.1 ആണ്. എന്നാലും നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ഗ്രാഫുള്ള ടൈപ്പ് ഒരു സൗണ്ടാണ്. കാരണം നമ്മുടെ ഹൊറർ മൂവി അങ്ങനെയാണ്. അല്ലാത്ത സമയത്ത് ഭയങ്കര സൈലന്റ് ആയിരിക്കും. പ്രേതം വരുന്ന സമയത്ത് ഭയങ്കര എക്സ്ട്രാ ലൗഡ് വരില്ലേ, ആ എക്സ്ട്രാ ലൗഡ് വരുന്ന പോർഷൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല സൗണ്ട് ഡിസൈനാണ് സിനിമയിൽ. അപ്പോൾ പേഴ്സണലി പടം എനിക്ക് വർക്കായി. അപ്പോൾ ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. സംഭവം ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് നൽകിയ ഒരു ത്രില്ലറാണ്. ജംപ് സ്കെയർ ഹൊറർ ടൈപ്പ് ഓഫ് പടമല്ല. പക്ഷേ ഇറ്റ് വാസ് തർലി എൻജോയബിൾ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ അടുത്ത് കണ്ട ആബിഗെയിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഹൊറർ എലമെന്റ്സ് അതിനകത്ത് വളരെ കുറവാണ്. അത് ഒരു മോസ്റ്റ്ലി ഒരു ഗോർ ത്രില്ലർ ആ ഒരു രീതിയിലാണ് ആ സിനിമ. എസ്പെഷ്യലി ഒരു ലാസ്റ്റ് 20-30 മിനിറ്റ്സ് ആണ് അതിലെ കംപ്ലീറ്റ് ഗോർ ഫാക്ടറും വയലൻസും ബ്ലഡ് ഷെഡും വരുന്നത്. ഇതിനകത്ത് വയലൻസ് ബ്ലഡ് ഷെഡൊന്നും ഇല്ലെങ്കിലും കൂടി ഇതിനകത്ത് എന്താണ് കില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു ഹൊറർ മൂവിയാണ്. അപ്പോൾ ആ സ്റ്റൈൽ ഓഫ് കില്ലിങ്ങും ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗോസ്റ്റ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിലെ പടം വർക്കായി.
അത്ര എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് എനിക്ക് മറ്റൊരു സിനിമ കൂടിയുണ്ട്, എക്സ്ഹ്യൂമ. ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് സിനിമ കാണാം, അരമനൈ 4 കാണണോ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ഹ്യൂമ കാണണോ, അല്ലെങ്കിൽ ടാരോട്ട് കാണണോ, അല്ലെങ്കിൽ ദീന റിലീസ് കാണണോ എന്നുള്ള ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എക്സ്ഹ്യൂമയ്ക്കാണ്. അതുപോലെ അരൺമയ്ക്കുമാണ്. പക്ഷേ അരൺമൈ ഷോ കറക്റ്റായിട്ട് ഉണ്ടായില്ല. എക്സ്ഹ്യൂമയുടെ ഷോ ഇന്നലെ എനിക്ക് മിസ്സായി പോയതുകൊണ്ട് ഇന്നാണ് ഞാൻ കാണാൻ പോകുന്നത്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. എനിക്ക് അരൺമയും കാണണമെന്നുണ്ട്, അരമനൈ കാണണമെന്നുണ്ട്, ഈ എക്സ്ഹ്യൂമ കാണുന്നുണ്ട്. എക്സ്ഹ്യൂമ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോവുകയാണിത്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം നേരെ എക്സ്ഹ്യൂമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ള അടിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയ എല്ലാ സിനിമകളും ഓൾമോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.